പട്ടുവം പഞ്ചായത്തിൽ പ്രവാസികളുടെ കള്ളവോട്ടുകൾ ചെയ്യുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേരുള്ള പ്രവാസികൾ ഹൈക്കോടതിയെ സമീപിച്ചു. വോട്ട് ചെയ്യാൻ നാട്ടിലെത്താൻ കഴിയാത്ത 116 വോട്ടർമാരാണ് കോടതിയെ സമീപിച്ചത്. അഡ്വക്കേറ്റ് എം മുഹമ്മദ് ഷാഫി മുഖേനയാണ് ഹർജി നൽകിയത്. പട്ടുവം പഞ്ചായത്തിലെ 1-ാം വാർഡിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 10 പ്രവാസികളും 2-ാം വാർഡിലെ 30 പ്രവാസികളും 7-ാം വാർഡിലെ 27 പേരും 10-ാം വാർഡിലെ 22 പേരും വാർഡ് 11-ലെ 12 പേരും 12-ാം വാർഡിലെ 11 പേരും 13-ാം വാർഡിലെ 4 പേരുമാണ് കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ തങ്ങളുടെ വോട്ടുകൾ ആൾമാറാട്ടത്തിലൂടെ ചെയ്തിട്ടുണ്ടെന്നും ഇത്തവണ ഇതിന് അനുവദിക്കരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു. UAE, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിലുള്ള പ്രവാസികളാണ് ഹർജി നൽകിയത്. ഇതിനായി വക്കാലത്ത് എംബസി അറ്റസ്റ്റേഷൻ നടപടികളും പൂർത്തിയാക്കിയിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പട്ടുവത്തെ വിവിധ ബൂത്തുകളിൽ സംഘർഷമുണ്ടായിരുന്നു. പ്രവാസികളുടെ വോട്ടുകൾ ഉൾപ്പെടെ ചെയ്തതായി വിവരാവകാശ രേഖകൾ പ്രകാരം കണ്ടെത്തിയിരുന്നു. ഇതിന്റെ പകർപ്പുകളും ഹർജിക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ വോട്ടു ചെയ്യാൻ എത്തില്ലെന്നുള്ള പ്രത്യേക സത്യവാങ്മൂലവും ഇതോടൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. വോട്ടുകൾ രേഖപ്പെടുത്തിയാൽ ഇത്തരക്കാർക്കെതിരെയും ഇതിന് സൗകര്യം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. പട്ടുവം പഞ്ചായത്തിലെ 1, 2 അതുപോലെ 12, 7, 8 വാർഡുകളിലെ പ്രവാസികളുടെ വോട്ടുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നാട്ടിലില്ല, അതുകൊണ്ട് ഞങ്ങളുടെ വോട്ടുകൾ ചെയ്യുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഫി മുഖേന കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ വോട്ടുകൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് ചെയ്യുന്നവർക്കെതിരെയും അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമ നടപടികളുമായി പോകുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ 1, 2 വാർഡുകളിലെ വോട്ടു ചെയ്യാൻ കഴിയാത്ത 16 രോഗികളും വൃദ്ധരും വോട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ 3 ബൂത്തുകളിൽ പ്രത്യേക സംരക്ഷണം ആവശ്യപ്പെട്ട് UDF കമ്മിറ്റിയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സീൽ ന്യൂസ്, തളിപ്പറമ്പ.